മുകേഷിന്റെ കൊല്ലത്ത് കാര്യം നടന്നില്ല. അദ്ദേഹത്തെ പോലും കാണാനില്ല. പിന്നെ എങ്ങനെ മുകേഷിനെ കാണാനില്ല? അതൊരു വിഷമമുണ്ടോ? ഇവർ മുടക്കിയിട്ടിരിക്കുന്ന മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുക എന്നുള്ളതാണ് കൊല്ലത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. ഞാനിപ്പോ നിൽക്കുന്ന ഈ സ്ഥലം ചന്ദനത്തോപ്പാണ് അല്ലേ? അതെ, ചന്ദനത്തോപ്പ്. ഞങ്ങളുടെ ചന്ദനത്തോപ്പ്. ഹിന്ദു കൃഷി എവിടെ പോയാലും പറയും കേട്ടോ, ഞങ്ങളുടെ ചന്ദനത്തോപ്പ്, ഞങ്ങളുടെ മുഖത്തല്ല, ഞങ്ങളുടെ ഡീസൽ ജംഗ്ഷൻ, ഞങ്ങളുടെ അതെല്ലാം കുണ്ടറ. അത് കൊണ്ടുവരാണോ? പിന്നെ ഞങ്ങളുടെ അഞ്ചാലുംപൂട്, ഞങ്ങളുടെ തൃക്കര, ഞങ്ങളുടെ പനയം, ഞങ്ങളുടെ കടപ്പാക്കട, ഞങ്ങളുടെ മുളങ്കാടം, ഞങ്ങളുടെ കച്ചേരി, ഞങ്ങളുടെ ചിന്നക്കട, ചമ്പക്കട, അങ്ങനെ അങ്ങനെ ഞങ്ങള് റോഷി അഗസ്ത്യ കാണാൻ പോയ സമയത്ത് പണ്ട് ലോക്സഭയിൽ കംപ്ലീറ്റ് സ്ഥലങ്ങളുടെ പേര് പറഞ്ഞ പോലെയാ. എല്ലാം കാണാപ്പാടമാണ്. മുക്കും മൂലയും കാണാപ്പാട്. മുക്കും മൂലയും 2 തവണ നിയമസഭയിൽ, 1 തവണ ലോക്സഭയിൽ. ഇത് ഇക്കുറി 4ാം തവണയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചിലത് കൽപ്പിച്ചിട്ടുണ്ടെന്നാണോ? എന്നാണ് തീർച്ചയായും കൊല്ലത്തെ ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് UDF വിജയിപ്പിക്കാൻ. തീർച്ചയായും കേരളത്തിന്റെ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. കൊല്ലത്തെ സംബന്ധിച്ചിട്ടാണെങ്കിൽ 20 വർഷക്കാലത്തെ ഇടത് ആധിപത്യം, അതിന്റെ ദുഃഖങ്ങൾ ഈ നമ്മൾ നിൽക്കുന്ന ചന്ദനത്തോപ്പില്ല. ഈ റോഡിലോട്ടൊന്ന് പോയി നോക്കണം. ഈ 10 വർഷം നിൽക്കുന്നത് കൊണ്ടുവരാ. ഈ റോഡിന്റെ തൊട്ടപ്പുറം ഈ ഹൈവേയുടെ റൈറ്റ് സൈഡ് കൊല്ലവും ലെഫ്റ്റ് സൈഡ് കുണ്ടറയുമാണ്. വികസിച്ചത് ഇപ്പുറത്ത് നിൽക്കുന്ന കുണ്ടറയാണോ? കുണ്ടറയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടെ വലിയ വികസന മുന്നേറ്റം ഉണ്ടായി എന്നുള്ളത്. വികസിച്ചു. അപ്പുറത്ത് വികസനം മുരടിപ്പാണ് മുഖമുദ്ര. ഈ റോഡിൽ കൂടെ പോയി നോക്കും. കുണ്ടറയിൽ കാര്യങ്ങൾ നടന്നു, മുകേഷിന്റെ കൊല്ലത്ത് കാര്യം നടന്നില്ല. അദ്ദേഹത്തെ പോലും കാണാനില്ല. പിന്നെ എങ്ങനെ മുകേഷിനെ കാണാനില്ല? അതൊരു വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. നമ്മളെന്തിനാ വിഷമിക്കുന്നത്? അവര് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ കഷ്ടപ്പെട്ട് പ്രയത്നിച്ച വെയിൽ കൊണ്ട് ആളുകളുടെ അടുത്തോട്ട് പോകുന്നില്ല. പിന്നെ നാട്ടുകാരായ നമ്മളെന്തിനാ? ഇത്തവണ മത്സരത്തിന് ഇറങ്ങുമ്പോൾ കോൺഫിഡൻസ് എന്താ? വളരെ വലിയ കോൺഫിഡൻസ് ആണ്. കാരണം ഇടത് ദുർഭരണം കൊണ്ട് കേരളത്തിൽ ആകമാനം ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വിലക്കയറ്റത്തിന്റെ കാര്യമാണെങ്കിലും കരം കൂട്ടലാണെങ്കിലും ഇലക്ട്രിസിറ്റി ചാർജ് തൊട്ട് സകലമാനതും കൂട്ടിയതുള്ള ട്രഷറി പൂച്ച വെച്ച് കിടക്കുക. ഞങ്ങളുടെ നാട്ടിലെ ഒട്ടുമിക്ക റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. ഈ റോഡ് ജസ്റ്റ് നമ്മൾ ചുവട് വയ്ക്കുന്ന റോഡില്ല, 550 മീറ്റർ നടന്ന റോഡ്. പക്ഷേ 3-4 തവണ ഫ്ലെക്സ് വെക്കും, കോടികൾ ചെലവാക്കി ആ റോഡ് പണിയും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ 2 ദിവസം ഉള്ളപ്പം നിർമ്മാണ ഉദ്ഘാടനം കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമ്പോ ദേ വലിയ ഫ്ലെക്സും വെച്ച് വരുന്നു. ഇതല്ലാതെ ഒരു വികസനമില്ല. നമ്മള് സ്കൂളിലൊക്കെ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് 7 അത്ഭുതങ്ങൾ. കൊല്ലത്ത് വന്നാൽ പിന്നെ അത്ഭുതങ്ങൾ അവർ കാണിച്ചതിൽ കൂട്ടിമുട്ടാത്ത പാലങ്ങൾ. ഒരു പക്ഷേ കായലിൽ ചെന്ന് ചാടും. പാലത്തിന്റെ ഒരു കരയിൽ നമ്മൾ കയറിയാൽ നേരെ ചെന്ന് വീഴുന്ന കായലിൽ, മറു കരയിൽ നിന്ന് വന്നാലും കായലിൽ വീഴും. ഇതൊക്കെ പാലം മുട്ടിക്കുവോ? എത്രയും പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ ആ പാലം മുട്ടിച്ച് ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിശ്ചയദാർഢ്യമാണ്. ഇവർ മുടക്കിയിട്ടിരിക്കുന്ന മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി നടപ്പാക്കുക എന്നുള്ളതാണ് കൊല്ലത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം.